എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കൺസൈൻമെന്റ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസും ചോദിക്കാൻ ചാൻസ് ഉള്ളതുമായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് റിവൈസ് ചെയ്യുന്നത്. അപ്പോൾ അതിനു മുമ്പ് ആദ്യം എന്താണ് കൺസൈൻമെന്റ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ കൺസൈൻമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കൺസൈൻമെന്റ് ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പോ രണ്ട് വ്യക്തികൾ, ഇപ്പോ അതിൽ ഒരാളുടെ പേര് ബൈജു എന്നാണ്, എറണാകുളത്ത് താമസിക്കുന്ന ഒരാളാണ്, എറണാകുളത്ത് ബിസിനസ് നടത്തുന്ന ഒരു ആളാണ്. വേറൊരാള് ഹരിയുടെ വീട് കാലിക്കട്ടാണ്. ഓക്കെ, ഈ ഹരിക്ക് ബിസിനസ് നടത്താനുള്ള കഴിവുണ്ട്, പക്ഷെ അതിനുള്ള ഒരു ഫിനാൻഷ്യൽ പൊസിഷൻ ഒന്നും കയ്യിലില്ല. പക്ഷെ ബിസിനസ് നടത്താനുള്ള ഒരു കഴിവുണ്ട് എന്ന് വിചാരിക്കുക. ബൈജു എറണാകുളത്ത് ബിസിനസ് നടത്തുന്ന ഒരാളാണ്. ഈ ബൈജുവിന് അദ്ദേഹത്തിന്റെ ബിസിനസ് ഒന്ന് എക്സ്പാൻഡ് ചെയ്യണം എന്നൊരു ആഗ്രഹം തോന്നി. എന്ന് വെച്ചാൽ എറണാകുളത്ത് തന്നെ വേറൊരു ബിസിനസ് തുടങ്ങണം എന്നൊരു ആഗ്രഹം തോന്നി. പക്ഷെ നമുക്കറിയാം, ഇപ്പോ ഏത് സ്ഥാപനം എടുത്തു നോക്കിയാലും അവിടെ കോമ്പറ്റീഷൻ ഉണ്ട്. അപ്പൊ കോമ്പറ്റീഷൻ എന്ന് പറയുന്ന ഒരു ഫാക്ടർ ഉള്ളത് കൊണ്ട് ഈ പറയുന്നത് പോലെ അവിടെ തന്നെ ഒരു ബിസിനസ് നടത്തുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ വിജയിക്കണം എന്ന് നിർബന്ധമില്ല. ഇപ്പോ കാലിക്കട്ട് ഇതേപോലുള്ള ഒരു ബിസിനസ് ഇല്ല എന്ന് വിചാരിക്കുക. പക്ഷെ എപ്പോഴും ബൈജുവിന് കാലിക്കട്ട് പോയി വരിക എന്നൊക്കെ പറയുന്നത് പ്രാക്ടിക്കബിൾ അല്ല. അപ്പോ ബൈജു തീരുമാനിച്ചു ഒരു കൺസൈൻമെന്റ് ബിസിനസ് ചെയ്യാം എന്ന് ബൈജു തീരുമാനിച്ചു. അതെങ്ങനെയാന്ന് വെച്ചാല് വേറൊന്നുമല്ല, ഇപ്പോ അദ്ദേഹത്തിന്റെ ഒരു ഫ്രണ്ടാണ് ഹരിയുടെ വീട് കാലിക്കട്ടാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോ ബിസിനസ് നടത്താനുള്ള കഴിവ് ഹരിക്കുണ്ട്. ഓക്കെ, അപ്പോ ബൈജു കാലിക്കട്ട് ചെന്നിട്ട് കാലിക്കട്ടില് ഒരു ബിൽഡിംഗ് എടുക്കും. എന്നിട്ട് ആ ബിൽഡിങ്ങിൽ വേണ്ട ഗുഡ്സുകളെല്ലാം ആരയച്ചു കൊടുക്കും? ബൈജു അയച്ചു കൊടുക്കും. ഹരി അവിടെ നിന്ന് ബിസിനസ് നടത്തും. ഓക്കെ, അപ്പോ സെയിൽസ് ആര് നടത്തും? ഹരി നടത്തും. അപ്പോ ആ സെയിൽസിന്റെ ഒരു സർട്ടൺ പെർസെന്റേജ് ഓഫ് കമ്മീഷൻ ബൈജു ഹരിക്ക് കൊടുക്കും. അപ്പൊ അവിടെ ഹരിയെ ഒരു ഏജന്റ് എന്നുള്ള രീതിയിലാണ് അവിടെ നിയമിക്കുന്നത്. അപ്പൊ ഇതാണ് കൺസൈൻമെന്റ് ബിസിനസ്. അപ്പോ ബൈജുയെ വിളിക്കുന്ന പേരാണ് കൺസൈനർ. എന്ത് പറയും? കൺസൈനർ എന്ന് പറയും. ഹരിയെ വിളിക്കുന്ന പേരാണ് എന്ത്? കൺസൈനി. ഓക്കെ, അപ്പോ കുറച്ചുകൂടെ വ്യക്തമായി നിങ്ങൾക്ക് മനസ്സിലാവും. ആരാണ് കൺസൈനർ? ഓണറാണ് കൺസൈനർ. കൺസൈനർ എന്ത് ചെയ്യുന്നു? കൺസൈനിക്ക് എന്ത് അയച്ചു കൊടുക്കുന്നു? ഗുഡ്സ് അയച്ചു കൊടുക്കുന്നു. കൺസൈനി എന്ത് ചെയ്യുന്നു? അത് വിൽക്കുന്നു. ഇനി അപ്പോ ഇവിടെ ഉള്ള ബിൽഡിങ്ങും അവിടെ ഉള്ള പ്രോപ്പർട്ടി അതെല്ലാം ആരാ? പൈസ ഒക്കെ ചെലവാക്കുന്നത് ആരാണ്? കൺസൈനറാണ്. കൺസൈനി എന്താ അവിടെ ചെയ്യുന്നത്? ഈ കൺസൈനർ അയച്ചു കൊടുത്ത ഗുഡ്സ് വിൽക്കുന്നു എന്ന് മാത്രമാണ് ആര് ചെയ്യുന്നത്? കൺസൈനി ചെയ്യുന്നത്. അപ്പൊ കൺസൈനിക്ക് ഇവിടെ റെമ്യൂണറേഷൻ കിട്ടണ്ടേ? എന്താണ് കൺസൈനിയുടെ റെമ്യൂണറേഷൻ? കൺസൈനിക്ക് എന്ത് കൊടുക്കും? കമ്മീഷൻ കൊടുക്കും. എന്തിന്റെ അടിസ്ഥാനത്തിൽ? ടോട്ടൽ സെയിൽസിന്റെ അടിസ്ഥാനത്തിൽ. ടോട്ടൽ സെയിൽസിന്റെ അടിസ്ഥാനത്തിലാണ്. ക്യാഷ് സെയിൽസ് മാത്രമല്ല, അവിടെ എന്തും നടത്തും? ക്രെഡിറ്റ് സെയിൽസ് നടത്തും. ഇപ്പൊ ക്യാഷ് സെയിൽസ് മാത്രം നടത്തിയിട്ട് കാര്യമില്ല. ഇപ്പോഴത്തെ കാലത്ത് എന്തും കൊടുക്കണം, കടവും കൊടുക്കണം, അല്ലെ? അപ്പോ ക്യാഷ് സെയിൽസും ക്രെഡിറ്റ് സെയിൽസും കൂടെ കൂട്ടിയാൽ എന്ത് കിട്ടും? ടോട്ടൽ സെയിൽസ് കിട്ടും. ആ ടോട്ടൽ സെയിൽസിന്റെ ഒരു സർട്ടൺ പെർസെന്റേജ് ഓഫ് കമ്മീഷൻ ആർക്ക് കൊടുക്കും? കൺസൈനിക്ക് കൊടുക്കും. മനസ്സിലായല്ലോ? ഇനി കൺസൈൻമെന്റ് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ റിസ്ക്കും
ഏറ്റെടുക്കുന്നത് ആരാണ്? കൺസൈനർ തന്നെയാണ്. ഓക്കെ, അപ്പൊ ഇതാണ് എന്തെന്ന് പറയുന്നത്? കൺസൈൻമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞാൽ കൺസൈൻമെന്റിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? നമുക്ക് ഓരോന്നോരോന്നായിട്ട് നമുക്ക് നോക്കാം. ഒന്ന്, ഓണർഷിപ്പ്. ഇതിന്റെ ഓണർഷിപ്പ് ആരുടെ കയ്യിലാണ്? കൺസൈനറുടെ കയ്യിലാണ്. ഓക്കെ, ഇനി ഇവിടെ ബൈജു ആണ് ഓണർ അല്ലെ, കൺസൈനർ ബൈജു ആണ്. അപ്പൊ ഇതിന്റെ ഓണർഷിപ്പ് ആരാണ്? ബൈജു ആണ്, അല്ലെ കൺസൈനർ ആണ്. ഇനി രണ്ടാമത്തെ, റിസ്ക്. കൺസൈൻമെന്റ് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ റിസ്കും ഏറ്റെടുക്കുന്നത് ആരാണ്? കൺസൈനർ തന്നെയാണ്. ഒരുപാട് റിസ്ക് ഉണ്ട് ഇതിന്റെ അകത്ത്. ഇപ്പൊ കൺസൈനിക്ക് ഗുഡ്സ് അയക്കുമ്പോൾ ചില ഗുഡ്സുകളൊക്കെ നഷ്ടപ്പെടാം അല്ലെ, അതൊക്കെ ഒരു നഷ്ടമാണ്. അതൊക്കെ അങ്ങനെയുള്ള റിസ്കുകളൊക്കെ ആര് സഹിക്കണം? കൺസൈനർ സഹിക്കണം. ഇനി അവിടെ കൺസൈനി ചിലപ്പോ ക്രെഡിറ്റ് സെയിൽസ് നടത്താം, കടത്തിന് വിൽക്കാം. ആ പൈസ ചിലപ്പോൾ കിട്ടിയില്ല എന്ന് വിചാരിക്കുക, ബാഡ് ഡെപ്റ്റ് ആയി പോകും ചിലപ്പോൾ അത് അല്ലെ. ആ ബാഡ് ഡെപ്റ്റ് ഒക്കെ ആര് സഹിക്കണം? കൺസൈനർ തന്നെ സഹിക്കണം. മനസ്സിലായില്ല? അപ്പൊ ഇങ്ങനെയുള്ള റിസ്കുകളൊക്കെ എല്ലാം സഹിക്കേണ്ടത് ആര് തന്നെയാണ്? കൺസൈനർ തന്നെയാണ്. ഓക്കെ, ഇനി അടുത്തത് പൊസഷൻ. പൊസഷൻ എന്ന് പറഞ്ഞാൽ എന്താ? കൈവശാവകാശം. പൊസഷൻ പക്ഷെ ആരുടെ കയ്യിലാണ്? കൺസൈനിയുടെ കയ്യിലാണ്. കൺസൈനിയുടെ കയ്യിലല്ലേ ഗുഡ്സ് ഉള്ളത് അല്ലെ. അപ്പൊ പൊസഷൻ ആരുടെ കയ്യിലാണ്? കൺസൈനിയുടെ കയ്യിലാണ്. ഓണർഷിപ്പ് ആരുടെ കയ്യിലാണ്? കൺസൈനറുടെ കയ്യിലാണ്. ഇനി റിലേഷൻഷിപ്പ്. ഇവര് തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരു പ്രിൻസിപ്പളും ഒരു ഏജന്റും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് കൺസൈനറും കൺസൈനിയും തമ്മിലുള്ളത്. അപ്പൊ കൺസൈനറും കൺസൈനിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയാണ്? ഒരു പ്രിൻസിപ്പളും ഒരു ഏജന്റും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് ഇവർ തമ്മിലുള്ളത്. ഇനി ബെയറിംഗ് ഓഫ് എക്സ്പെൻസസ്. കൺസൈൻമെന്റ് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ എക്സ്പെൻസും അല്ലെ, കൺസൈൻമെന്റുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ എക്സ്പെൻസും ആര് തന്നെ സഹിക്കണം? കൺസൈനർ തന്നെ സഹിക്കണം. ചിലപ്പോൾ കൺസൈനിയുടെ കയ്യിൽ നിന്ന് ചിലപ്പോൾ കുറച്ച് പൈസ ചെലവായി എന്ന് വരും. അങ്ങനെ കൺസൈനിയുടെ കയ്യിൽ നിന്ന് പൈസ ചെലവായിട്ടുണ്ടെങ്കിൽ ആ പൈസ പിന്നെ ആര് കൊടുക്കും? കൺസൈനർ കൊടുക്കും. ഓക്കെ, ഇനി റീപൊസഷൻ ഓഫ് ഗുഡ്സ്. റീപൊസഷൻ ഓഫ് ഗുഡ്സ്. കൺസൈനർക്ക് എപ്പോ വേണമെങ്കിലും കൺസൈനിയുടെ കയ്യിൽ നിന്ന് റീപൊസസ് ചെയ്യാനുള്ള അധികാരം ആർക്കുണ്ട്? അല്ലെങ്കിൽ തിരിച്ചു വാങ്ങാനുള്ള അധികാരം ആർക്കുണ്ട്? കൺസൈനർക്കുണ്ട്. ഓക്കെ, ഇനി ഷെയറിംഗ് ഓഫ് പ്രോഫിറ്റ്സ്. ഈ കൺസൈൻമെന്റ് ബിസിനസ്സിലൂടെ കിട്ടുന്ന പ്രോഫിറ്റ് ഒരിക്കലും എന്ത് ചെയ്യില്ല? ഷെയർ ചെയ്യില്ല. ആ പ്രോഫിറ്റ് മുഴുവനും ആർക്കുള്ളതാണ്? കൺസൈനർക്കുള്ളതാണ്. ഇനി ലോസ് വന്നാലോ ആ ലോസും ആര് തന്നെ സഹിക്കണം? കൺസൈനർ തന്നെ സഹിക്കണം. ഓക്കെ, ഇനി സ്റ്റോക്ക്. ഇപ്പൊ കൺസൈനിക്ക് ഗുഡ്സ് അയച്ചു കൊടുത്തു, കൺസൈനിക്ക് അത് മുഴുവനും വിൽക്കാൻ പറ്റിയില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും അവിടെ സ്റ്റോക്ക് ഉണ്ടാവും അല്ലെ. ആ സ്റ്റോക്ക് എന്ന് പറയുന്നത് ആരുടെ സ്റ്റോക്കാണ്? കൺസൈനറുടെ സ്റ്റോക്കാണ്. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞു പ്രോഫിറ്റ് കിട്ടിയാൽ അതൊരിക്കലും എന്ത് ചെയ്യില്ല? ഷെയർ ചെയ്യില്ല. ഇനി അവിടെ വേറൊരു കാര്യം കൂടെ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കൺസൈനിയുടെ റെമ്യൂണറേഷൻ അപ്പൊ എന്താണ്? കൺസൈനർ കൺസൈനിക്ക് കൊടുക്കുന്ന റെമ്യൂണറേഷൻ, അതായത് കമ്മീഷനാണ് അയാളുടെ റെമ്യൂണറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, കൺസൈനർ കൺസൈനിക്ക് എന്ത് കൊടുക്കും? കമ്മീഷൻ കൊടുക്കും. എന്തിന്റെ അടിസ്ഥാനത്തിൽ? സെയിൽസിന്റെ അടിസ്ഥാനത്തിൽ. കൺസൈനി എത്ര സെയിൽസ് ആണോ നടത്തിയത് അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു സർട്ടൺ പെർസെന്റേജ് ഓഫ് കമ്മീഷൻ ആരാർക്ക് കൊടുക്കുന്നു? കൺസൈനർ കൺസൈനിക്ക് കൊടുക്കുന്നു. അത് ഏത് സെയിൽസിന്റെയാ? ടോട്ടൽ സെയിൽസിന്റെ. ക്യാഷ് സെയിൽസ് മാത്രമല്ല, ക്യാഷ് സെയിൽസിന്റെയും ക്രെഡിറ്റ് സെയിൽസിന്റെയും, അതായത് ടോട്ടൽ സെയിൽസ്, അതിന്റെ ഒരു സർട്ടൺ പെർസെന്റേജ് ഓഫ് കമ്മീഷൻ ആരാർക്ക് കൊടുക്കുന്നു? കൺസൈനർ കൺസൈനിക്ക് കൊടുക്കുന്നു. അപ്പൊ ഇത്രയാണ് എന്തിന്റെ പ്രത്യേകത? കൺസൈൻമെന്റിന്റെ പ്രത്യേകത. അപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടി കാണുമല്ലോ എന്താണ് കൺസൈൻമെന്റ് എന്നുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 1. കൺസൈൻമെന്റ് അക്കൗണ്ട് ഈസ് ഡാഷ്. കൺസൈൻമെന്റ് അക്കൗണ്ട് ഏത് അക്കൗണ്ട് ആണ്?
Option A, real account. Option B, personal account. Option C, nominal account. And option D, expense account. അപ്പൊ നോക്കിയേ, കൺസൈൻമെന്റ് അക്കൗണ്ട് ഇതിൽ ഏത് അക്കൗണ്ട് ആണ്? അപ്പോൾ എന്താണ് ഈ കൺസൈൻമെന്റ് അക്കൗണ്ട്? അതായത് കൺസൈനർ പ്രിപ്പയർ ചെയ്യുന്ന ഒരു അക്കൗണ്ട് ആണ് കൺസൈൻമെന്റ് അക്കൗണ്ട്. കൺസൈൻമെന്റ് ബിസിനസ് നടത്തുന്നത് മൂലം ഇയാൾക്ക് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് കണ്ടുപിടിക്കുന്നതിന് കൺസൈനർ പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ട് ആണ് ഏത് അക്കൗണ്ട് എന്ന് പറയുന്നത്? കൺസൈൻമെന്റ് അക്കൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നല്ലേ കണ്ടുപിടിക്കണേ. അങ്ങനെ ഒരു അക്കൗണ്ട് വരയ്ക്കുന്നതിന്റെ ലക്ഷ്യം പ്രോഫിറ്റ് ആണോ അല്ലെ ലോസ് ആണ് എന്നുണ്ടെങ്കിൽ ആ അക്കൗണ്ട് ഏതായിരിക്കും? നോമിനൽ അക്കൗണ്ട് ആയിരിക്കില്ലേ? ഓക്കെ, അപ്പോ കൺസൈൻമെന്റ് അക്കൗണ്ട് എന്ന് പറയുന്നത് ഏത് അക്കൗണ്ട് ആണ്? ഏത് അക്കൗണ്ട് ആണ്? നോമിനൽ അക്കൗണ്ട് ആണ്. ഓക്കെ, അപ്പൊ കൺസൈൻമെന്റ് അക്കൗണ്ട് ഏത് അക്കൗണ്ട് ആണ്? ഒരു നോമിനൽ അക്കൗണ്ട് ആണ്. അപ്പൊ ഇതിന്റെ ആൻസർ നോമിനൽ അക്കൗണ്ട്. ക്ലിയർ ആയില്ലേ? ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 2. Profit or loss on each consignment is ascertained by preparing. ഒരു കൺസൈൻമെന്റിന്റെ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നറിയുന്നത് എന്ത് പ്രിപ്പയർ ചെയ്തിട്ടാണ്? ഓപ്ഷൻ എ, സെയിൽസ് അക്കൗണ്ട്. ഓപ്ഷൻ ബി, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഓപ്ഷൻ സി, കൺസൈൻമെന്റ് അക്കൗണ്ട്. ഓപ്ഷൻ ഡി, അക്കൗണ്ട് സെയിൽസ്. നേരത്തെ പറഞ്ഞല്ലോ, ഓരോ കൺസൈൻമെന്റിന്റെയും പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് അസർട്ടൈൻ ചെയ്യുന്നതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ട് ആണ് ഏത് അക്കൗണ്ട്? കൺസൈൻമെന്റ് അക്കൗണ്ട്. ഓക്കെ, അപ്പൊ ഏതാണ് ഇതിന്റെ ആൻസർ? കൺസൈൻമെന്റ് അക്കൗണ്ട് ഈസ് ദി ആൻസർ. ക്ലിയർ ആയല്ലോ? ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 3. The statement prepared by the consignor and sent to the consignee stating quantity, quality, price and description of goods dispatched is termed as. നോക്കൂ, സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർഡ് ബൈ ദ കൺസൈനർ. കൺസൈനർ പ്രിപ്പയർ ചെയ്യുന്ന ഒരു അക്കൗണ്ട്, അത് ആർക്കയക്കും? കൺസൈനിക്ക് അയക്കും. അതിൻ്റെ അകത്ത് ഇയാൾ അയക്കുന്ന ഗുഡ്സിന്റെ ക്വാണ്ടിറ്റി, ക്വാളിറ്റി, പ്രൈസ്, അതിന്റെ ഡിസ്ക്രിപ്ഷൻ ഇതുണ്ടാവും. ഇതിനെ പറയുന്ന പേരെന്താണ്? ഓപ്ഷൻ എ, പ്രൊഫോമ ഇൻവോയ്സ്. ഓപ്ഷൻ ബി, അക്കൗണ്ട് സെയിൽസ്. ഓപ്ഷൻ സി, സെയിൽസ് സ്റ്റേറ്റ്മെന്റ്. ഓപ്ഷൻ ഡി, ഇൻവോയ്സ്. അപ്പോ കൺസൈനർ കൺസൈനിക്ക് അയച്ചു കൊടുക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഗുഡ്സ് അയക്കുമ്പോൾ അതിനെ പറയുന്ന പേര് പ്രൊഫോമ ഇൻവോയ്സ് എന്നാണ്. എന്താണ്? പ്രൊഫോമ ഇൻവോയ്സ്. അപ്പൊ എന്താണ് പ്രൊഫോമ ഇൻവോയ്സ്? കൺസൈനർ കൺസൈനിക്ക് ഗുഡ്സ് അയക്കുമ്പോൾ അതിനോടൊപ്പം അറ്റാച്ച് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെന്റിനെയാണ് എന്ത് പറയുന്നത്? പ്രൊഫോമ ഇൻവോയ്സ് എന്ന് പറയുന്നത്. അതില് ആ ഗുഡ്സിന്റെ എല്ലാ ഡീറ്റെയിൽസും, അതിന്റെ ക്വാണ്ടിറ്റി എങ്ങനെയാണ്, അതിന്റെ ക്വാളിറ്റി, അതിന്റെ പ്രൈസ്, അതിന്റെ ഡിസ്ക്രിപ്ഷൻ, ഇതെല്ലാ കാര്യങ്ങളും ഏതിൻ്റെ അകത്തുണ്ടാവും? പ്രൊഫോമ ഇൻവോയ്സിൽ ഉണ്ടാവും. അപ്പൊ പ്രൊഫോമ ഇൻവോയ്സ് ആർക്ക് അയക്കുന്നതാണ്? കൺസൈനർ കൺസൈനിക്ക് എപ്പോൾ ഗുഡ്സ് അയക്കുമ്പോൾ അതിൻ്റെ അകത്ത് എന്താണ് ഉണ്ടാവുന്നത്? ആ ഗുഡ്സിന്റെ എല്ലാ ഡീറ്റെയിൽസും, അതിന്റെ ക്വാണ്ടിറ്റി, അതിന്റെ ക്വാളിറ്റി, അതിന്റെ പ്രൈസ്, അതിന്റെ ഡിസ്ക്രിപ്ഷൻ, എല്ലാ കാര്യങ്ങളും ഏതിൻ്റെ അകത്ത് ഉണ്ടാവും? ഈ പ്രൊഫോമ ഇൻവോയ്സിൽ ഉണ്ടാവും. ക്ലിയർ ആയല്ലോ? ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ദ സ്റ്റേറ്റ്മെന്റ് സെൻഡ് ബൈ ദി കൺസൈനി ടു ദ കൺസൈനർ periodically is called. The statement sent by the consignee to the consignor periodically. Option A, proforma invoice. Option B, invoice. Option C, sales statement. Option D, account sales. Okay,
The statement sent by the consignee to consignor. കൺസൈനർക്ക് പീരിയോഡിക്കൽ ആയിട്ട് അയച്ചു കൊടുക്കുന്ന സ്റ്റേറ്റ്മെന്റ്. ആ സ്റ്റേറ്റ്മെന്റിനെ പറയുന്ന പേര് എന്താണ്? അക്കൗണ്ട് സെയിൽസ് എന്നാണ്. എന്താണ്? അക്കൗണ്ട് സെയിൽസ്. അപ്പൊ എന്താണ് അക്കൗണ്ട് സെയിൽസ്? കൺസൈനർക്ക് പീരിയോഡിക്കൽ ആയിട്ട് അയച്ചു കൊടുക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് എന്ത്? അക്കൗണ്ട് സെയിൽസ്. ഓക്കെ, അപ്പൊ അതിന്റെ അകത്ത് ഇപ്പോ എത്ര ഗുഡ്സ് കിട്ടി, ഓക്കെ, അഡ്വാൻസ് എമൗണ്ട് എത്രയാണ്, ഇയാളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും പൈസ ചെലവായിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയാണ്, ഓക്കെ, ബാക്കി എത്ര രൂപ കിട്ടാനുണ്ട്, അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസും ഇതിന്റെ അകത്തുണ്ടാവും, അക്കൗണ്ട് സെയിൽസിന്റെ അകത്തുണ്ടാവും. ഓക്കെ, അപ്പൊ ഓർത്തിരിക്കണം, കൺസൈനർക്ക് പീരിയോഡിക്കലായിട്ട് അയച്ചു കൊടുക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് എന്ത്? അക്കൗണ്ട് സെയിൽസ്. ഇതിനു മുമ്പ് പറഞ്ഞ പ്രൊഫോമ ഇൻവോയ്സ് എന്തായിരുന്നു? കൺസൈനിക്ക് അയച്ചു കൊടുക്കുന്നതാണ്. എപ്പോ? ഗുഡ്സ് അയച്ചു കൊടുക്കുമ്പോ. അതിൻ്റെ അകത്ത് ഗുഡ്സുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസും ഇതിൻ്റെ അകത്ത് ഉണ്ടാവും, ഈ പ്രൊഫോമ ഇൻവോയ്സിൽ ഉണ്ടാവും. അപ്പോൾ അത് രണ്ടും മനസ്സിലാക്കി പഠിക്കുക. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. Consideration paid by the consignor to the consignee is called. Consideration paid by the consignor to the consignee is called. Option A, brokerage. Option B, service charge. Option C, commission. And option D, salary. ഞാൻ നേരത്തെ ഇത് സൂചിപ്പിച്ചിരുന്നു. എന്താണ്? കൺസൈനിക്ക് കൊടുക്കുന്ന കൺസിഡറേഷൻ എന്ന് പറയുന്നത് എന്താണ്? കമ്മീഷൻ ആണ്, അല്ലെ? എന്താണത്? കമ്മീഷൻ ആണ്. അപ്പൊ കൺസൈനിക്ക് കൊടുക്കുന്ന റെമ്യൂണറേഷനെയാണ് എന്തെന്ന് പറയുന്നത്? കമ്മീഷൻ, അല്ലെ? ആ കമ്മീഷൻ കൊടുക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ടോട്ടൽ സെയിൽസിന്റെ അടിസ്ഥാനത്തിലാണ്. ടോട്ടൽ സെയിൽസിന്റെ ഇത്ര ശതമാനമാണ് ആർക്ക് കൊടുക്കുന്നത്? കൺസൈനിക്ക് കൊടുക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. All expenses on consignment are borne by. Option A, buyer. Option B, consignor. Option C, consignee. And option D, seller. All expenses of the consignment. കൺസൈൻമെന്റുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ എക്സ്പെൻസസുകളും ബോൺ മീൻസ് സഹിക്കുന്നത് ആരാണ്? കൺസൈൻമെന്റുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ എക്സ്പെൻസും ആര് തന്നെ സഹിക്കണം? കൺസൈനർ തന്നെ സഹിക്കണം. അപ്പൊ എന്താണ് ആൻസർ? കൺസൈനർ ആണ് ആൻസർ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കൺസൈനർ ആൻഡ് കൺസൈനി. ഓക്കെ, ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കൺസൈനർ ആൻഡ് കൺസൈനി. കൺസൈനറും കൺസൈനിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഓക്കെ, നോക്കിയേ. ഓപ്ഷൻ എ, പ്രിൻസിപ്പൽ ആൻഡ് ഏജന്റ്. ഓപ്ഷൻ ബി, ക്രെഡിറ്റർ ആൻഡ് ഡെറ്റർ. ഓപ്ഷൻ സി, ഡോണർ ആൻഡ് ഡോണി. ഓപ്ഷൻ ഡി, ബയർ ആൻഡ് സെല്ലർ. ഒരു കൺസൈനറും കൺസൈനിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയാണ്? അതിന്റെ ഫീച്ചേഴ്സിൽ പറഞ്ഞിരുന്നു. എങ്ങനെയാ? ഒരു പ്രിൻസിപ്പളും ഒരു ഏജന്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് ആരുള്ളത്? കൺസൈനറും കൺസൈനിയും തമ്മിലുള്ളത്. ഇവിടെ കൺസൈനർ പ്രിൻസിപ്പൾ പോലെയും കൺസൈനി ആര് പോലെയുമാണ്? ഏജന്റ് പോലെയുമാണ്. അപ്പൊ കൺസൈനറും കൺസൈനിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയാണ്? ഒരു പ്രിൻസിപ്പളും ഒരു ഏജന്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. അണ്ടർ കൺസൈൻമെന്റ് only dash of the goods is transferred from consignor to consignee. Under consignment only dash of the goods is transferred from consignor to consignee. Option A, ownership. Option B, title. Option C, account. Option D, possession. എന്താണ്? കൺസൈൻമെന്റില് only dash of the goods, ഗുഡ്സിന്റെ എന്ത് മാത്രമേ കൺസൈനർ കൺസൈനിക്ക് അയക്കുന്നുള്ളൂ? പൊസഷൻ, അല്ലെ? പൊസഷൻ, കൈവശാവകാശം, പൊസഷൻ മാത്രമേ എന്തയക്കുന്നുള്ളൂ? കൺസൈനർ കൺസൈനിക്ക് അയക്കുന്നുള്ളൂ. ഓണർഷിപ്പ് ഒക്കെ ആർക്ക് തന്നെയാണ്? കൺസൈനർക്ക് തന്നെയാണ്. അക്കൗണ്ട് ഒക്കെ കൺസൈനർക്ക് തന്നെയാണ്. ഓക്കെ, അപ്പൊ ഏത് മാത്രമേ അയക്കുന്നുള്ളൂ? പൊസഷൻ മാത്രമേ
അയക്കുന്നുള്ളൂ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. അൺസോൾഡ് ഗുഡ്സ് റിമൈനിങ് വിത്ത് ദ കൺസൈനി അറ്റ് ദ എൻഡ് ഓഫ് അക്കൗണ്ടിംഗ് ഇയർ ഈസ് കോൾഡ്. അൺസോൾഡ് ഗുഡ്സ് remaining with the consignee at the end of the accounting year. Option A, closing stock. Option B, consigned stock. Option C, goods sent on consignment. Option D, stock. എന്താണ് അൺസോൾഡ് ഗുഡ്സ് റിമൈനിങ് വിത്ത് ദ കൺസൈനി വിൽക്കാത്ത ഗുഡ്സ്, ഒരു വർഷത്തിന്റെ അവസാനം കൺസൈനി വിൽക്കാത്ത ഗുഡ്സ് എന്ന് പറയുന്നത് അത് ആരുടെയാണ്? അതിനെന്താ പറയണേ? കൺസൈൻമെന്റ് സ്റ്റോക്ക് എന്നാണ് പറയുന്നത്, അല്ലെ? അതെന്താ പറയുന്നത്? കൺസൈൻമെന്റ് സ്റ്റോക്ക്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. കമ്മീഷൻ പെയ്ഡ് ബൈ ദ കൺസൈനർ ടു കൺസൈനി ആസ് എ ഫിക്സഡ് പെർസെന്റേജ് ഓഫ് ഗ്രോസ് സെയിൽസ് പ്രൊസീഡ്സ് ഈസ് ടേംഡ് ആസ്. ഓപ്ഷൻ എ, സ്പെഷ്യൽ കമ്മീഷൻ. ഓപ്ഷൻ ഡി, ഡെൽക്കഡർ കമ്മീഷൻ. ഓപ്ഷൻ സി, ഓവർ റൈഡിംഗ് കമ്മീഷൻ. ഓപ്ഷൻ ഡി, ഓർഡിനറി കമ്മീഷൻ. അപ്പൊ നോക്കിയേ, കൺസൈനർ കൺസൈനിക്ക് കൊടുക്കുന്ന ഒരു കമ്മീഷൻ, അത് ഗ്രോസ് സെയിൽസിന്റെ അടിസ്ഥാനത്തിൽ കൊടുക്കുന്ന ഒരു ഫിക്സഡ് പെർസെന്റേജ് ഓഫ് കമ്മീഷൻ. ആ കമ്മീഷനെ പറയുന്ന പേര് എന്ന് പറയുന്നത് ഏത് കമ്മീഷനാണ്? ഓർഡിനറി കമ്മീഷനാണ്. അപ്പൊ സെയിൽസിന്റെ അടിസ്ഥാനത്തിൽ കൊടുക്കുന്ന കമ്മീഷനാണ് എന്ത് കമ്മീഷൻ? ഓർഡിനറി കമ്മീഷൻ. ഓക്കെ, അതായത് കൺസൈനർ കൺസൈനിക്ക് കമ്മീഷൻ കൊടുക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിൽ സെയിൽസിന്റെ ഇത്ര പെർസെന്റേജ്, ആ കമ്മീഷൻ പറയുന്നതാണ് എന്ത്? ഓർഡിനറി കമ്മീഷൻ. ഓക്കെ, ഇനി വേറൊരു കമ്മീഷൻ ഉണ്ട്, ഡെൽക്കഡർ കമ്മീഷൻ. ഈ ഡെൽക്കഡർ കമ്മീഷൻ എന്ന് പറഞ്ഞാല് ഈ കൺസൈനി ക്യാഷ് സെയിൽസ് മാത്രമല്ല ക്രെഡിറ്റ് സെയിൽസും നടത്താറുണ്ട്. ക്രെഡിറ്റ് സെയിൽസ് നടത്തുമ്പോഴത്തേക്ക് ചിലപ്പോ കുറച്ച് ആൾക്കാർ പൈസ തരത്തില്ല. അങ്ങനെ പൈസ തരാനുള്ള വ്യക്തികളെയാണല്ലോ ബാഡ് ഡെപ്റ്റ് എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ നോർമൽ കേസിൽ ഈ ബാഡ് ഡെപ്റ്റ് എന്ന് പറയുന്നത് സഹിക്കുന്നത് ആരാണ്? കൺസൈനർ ആണ്. പക്ഷെ ഈ ബാഡ് ഡെപ്റ്റ് എന്ന് പറയുന്ന റിസ്ക് ചിലപ്പോൾ കൺസൈനി ഏറ്റെടുക്കും. ഓക്കെ, അങ്ങനെ കൺസൈനി ഏറ്റെടുക്കുന്നതിന് പകരമായിട്ട് കൺസൈനർ കൺസൈനിക്ക് കൊടുക്കുന്ന ഒരു എക്സ്ട്രാ കമ്മീഷനെയാണ് എന്ത് പറയുന്നത്? ഡെൽക്കഡർ കമ്മീഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ കൺസൈനർ കൺസൈനിക്ക് കൊടുക്കുന്ന ഒരു എക്സ്ട്രാ കമ്മീഷൻ, നോർമൽ കമ്മീഷൻ കൂടാതെ കൊടുക്കുന്ന ഒരു എക്സ്ട്രാ കമ്മീഷനാണ് എന്ത്? ഡെൽക്കഡർ കമ്മീഷൻ. അപ്പൊ കൺസൈനർ കൺസൈനിക്ക് ഡെൽക്കഡർ കമ്മീഷൻ കൊടുത്താൽ അവിടെ വരുന്ന ബാഡ് ഡെപ്റ്റ് ആര് സഹിക്കും? കൺസൈനി സഹിക്കും. അതാണ് ഏത് കമ്മീഷൻ? ഡെൽക്കഡർ കമ്മീഷൻ. ഓക്കെ, ഇനി വേറൊരു കമ്മീഷനാണ് ഓവർ റൈഡിംഗ് കമ്മീഷൻ. അതായത് ഗുഡ്സ് ഹയസ്റ്റ് പോസിബിൾ പ്രൈസിൽ വിറ്റാൽ കൺസൈനർ കൺസൈനിക്ക് കൊടുക്കുന്ന ഒരു എക്സ്ട്രാ കമ്മീഷനെയാണ് എന്ന് പറയുന്നത് ഓവർ റൈഡിംഗ് കമ്മീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. കമ്മീഷൻ paid by the consignor to consignee for bearing the loss on account of bad debt. ആ കമ്മീഷൻ പറയുന്ന പേരെന്താണെന്ന്? ഓപ്ഷൻ എ, സ്പെഷ്യൽ കമ്മീഷൻ. ഓപ്ഷൻ ബി, ഡെൽക്കഡർ കമ്മീഷൻ. ഓപ്ഷൻ സി, ഓർഡിനറി കമ്മീഷൻ. ഓപ്ഷൻ ഡി, ഓവർ റൈഡിംഗ് കമ്മീഷൻ. ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞല്ലോ, എന്താണിത്? കമ്മീഷൻ പെയ്ഡ് ബൈ ദ കൺസൈനർ ടു കൺസൈനീ for bearing the loss on account of bad debt. ഈ ബാഡ് ഡെപ്റ്റ് എന്ന് പറയുന്ന ലോസ് ആര് സഹിക്കണം? കൺസൈനി സഹിക്കണം. നോർമലി കൺസൈനർ ആണ് സഹിക്കുന്നത്. പക്ഷെ ഇതിൽ ഒരു കമ്മീഷൻ കൊടുത്താൽ അത് കൺസൈനി സഹിക്കും. ആ കമ്മീഷനെ പറയുന്ന പേരാണ് എന്ത്? ഡെൽക്കഡർ കമ്മീഷൻ. ഓക്കെ, അപ്പൊ ഡെൽക്കഡർ കമ്മീഷൻ ഏതുമായിട്ട് ബന്ധമുള്ളതാണ്? ബാഡ് ഡെപ്റ്റുമായിട്ട് ബന്ധമുണ്ടെന്ന് ഓർത്താൽ മതി. അതായത് അവിടെ നോർമൽ കേസിൽ ബാഡ് ഡെപ്റ്റ് വന്നാൽ ആ ബാഡ് ഡെപ്റ്റ് സഹിക്കുന്നത് കൺസൈനർ ആണ്. പക്ഷെ ചിലപ്പോൾ ഇത് കൺസൈനി സഹിക്കും. അപ്പൊ അതിന് പകരമായിട്ട് കൺസൈനർ കൺസൈനിക്ക് കൊടുക്കുന്ന ഒരു എക്സ്ട്രാ കമ്മീഷനെ പറയുന്ന പേരാണ്
എന്ത്? ഡെൽ ക്രെഡർ കമ്മീഷൻ. ക്ലിയർ ആയല്ലോ? ഓക്കെ. ഇനി അടുത്തത് നോൺ റെക്കറിംഗ് എക്സ്പെൻസസ് ഓൺ കൺസൈൻമെന്റ് ഈസ് ഓൾസോ നോൺ ആസ്. Non-recurring expenses of the consignment is also known as option A direct, option B indirect, option C fixed, and option D permissible. Non-recurring expenses on consignment is also known as, അതിനെ പറയുന്നത് എന്താണ്? ഡയറക്റ്റ് എന്നാണ്. എന്താണ്? ഡയറക്റ്റ് എക്സ്പെൻസസ് ആണ്. ഏത് എക്സ്പെൻസ് ആണ്? ഡയറക്റ്റ് എക്സ്പെൻസസ് ആണ്. അതായത് എക്സ്പെൻസസ് തന്നെ രണ്ടെണ്ണം ഉണ്ട്. കൺസൈൻമെന്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പെൻസസ് എത്ര ഉണ്ട്? രണ്ടെണ്ണം ഉണ്ട്. ഒന്ന് നോൺ റെക്കറിംഗ് എക്സ്പെൻസസ് ഉണ്ട്, രണ്ട് റെക്കറിംഗ് എക്സ്പെൻസസ് ഉണ്ട്. ഇതിൽ നോൺ റെക്കറിംഗ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ അത് ഡയറക്റ്റ് നേച്ചറിലുള്ളതാണ്. അതായത് കൺസൈനിയുടെ ഗോഡൌണിൽ എത്തിച്ചേരുന്നത് വരെയുള്ള എക്സ്പെൻസസ് ആണ് നോൺ റെക്കറിംഗ് എക്സ്പെൻസസ്. കൺസൈനിക്ക് ഗുഡ്സ് അയക്കൂലേ? അപ്പോ കൺസൈനിയുടെ ഗോഡൌണിൽ എത്തിച്ചേരുന്നത് വരെയുള്ള എക്സ്പെൻസസിനെയാണ് എന്തെന്ന് പറയുന്നത്? നോൺ റെക്കറിംഗ് എക്സ്പെൻസസ് എന്ന് പറയുന്നത്. അതൊരു ഡയറക്റ്റ് നേച്ചറിലുള്ളതാണ്. ഇപ്പൊ ലോഡിങ് ആൻഡ് അൺലോഡിങ് ചാർജസ്, ഫ്രൈറ്റ്, ഒക്ട്രോയ്, ഓക്കെ, ഇതെല്ലാം ഏത് എക്സ്പെൻസ് ആണ്? ഈ പറയുന്ന നോൺ റെക്കറിംഗ് എക്സ്പെൻസ് ആണ്. ക്ലിയർ ആയല്ലോ? ഇനി കൺസൈനിയുടെ ഗോഡൌണിൽ എത്തിച്ചേരുന്നതിന് ശേഷമുള്ള എക്സ്പെൻസസിനെ പറയുന്ന പേരാണ് ഏത് എക്സ്പെൻസ്? റെക്കറിംഗ് എക്സ്പെൻസ്. റെക്കറിംഗ് എക്സ്പെൻസ് ഇൻഡയറക്റ്റ് നേച്ചറിലുള്ളതാണ്. ഇപ്പൊ സെയിൽസ്മാന്റെ സാലറി, കമ്മീഷൻ, അഡ്വർടൈസ്മെന്റ്, ഓക്കെ, ഗോഡൌണിന്റെ റെന്റ്, അതെല്ലാം ഏത് എക്സ്പെൻസസ് ആണ്? റെക്കറിംഗ് എക്സ്പെൻസസ് ആണ്. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, ഇതുപോലെ തന്നെയാണ്. Direct expenses on consignment is also known as. Direct expenses on consignment is also known as ഏതാണ്? ഫിക്സഡ് എക്സ്പെൻസസ്, ഓപ്ഷൻ ബി നോൺ റെക്കറിംഗ് എക്സ്പെൻസസ്, ഓപ്ഷൻ സി റെക്കറിംഗ് എക്സ്പെൻസസ്, ഓപ്ഷൻ ഡി പെർമിസിബിൾ എക്സ്പെൻസസ്. ഇതില് ഡയറക്റ്റ് എക്സ്പെൻസസ് എന്ന് പറഞ്ഞ ഏത് എക്സ്പെൻസ് ആണ്? നോൺ റെക്കറിംഗ് ആണ്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ തന്നെ നേരെ തിരിച്ചു ചോദിച്ചിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഡയറക്റ്റ് എക്സ്പെൻസ് ഏതാണ്? നോൺ റെക്കറിംഗ് എക്സ്പെൻസസ് ആണ്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ. ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ഓൺ കൺസൈൻമെന്റ് ഈസ് ഓൾസോ നോൺ ആസ്. ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ഓൺ കൺസൈൻമെന്റ് ഈസ് ഓൾസോ നോൺ ആസ്. നേരത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ഇതിന്റെ ആൻസർ പറഞ്ഞതാണ്. ഓപ്ഷൻ എ ഫിക്സഡ്, ഓപ്ഷൻ ബി റെക്കറിംഗ്, ഓപ്ഷൻ സി നോൺ റെക്കറിംഗ്, ഓപ്ഷൻ ഡി വേരിയബിൾ. ഇതിലേതാ ഇൻഡയറക്റ്റ് എക്സ്പെൻസ്? ഏതാണ്? റെക്കറിംഗ് അല്ലേ? ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ഏത് എക്സ്പെൻസ് ആണ്? റെക്കറിംഗ് എക്സ്പെൻസ് ആണ്. എന്താണ് റെക്കറിംഗ് എക്സ്പെൻസ് എന്ന് പറയുന്നത്? ഇൻഡയറക്റ്റ് നേച്ചറിലുള്ളതാണ്. കൺസൈനിയുടെ ഗോഡൌണിൽ എത്തിച്ചേരുന്നതിന് ശേഷമുള്ള എക്സ്പെൻസസ് ആണ് എന്തെന്ന് പറയുന്നത്? റെക്കറിംഗ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സെയിൽസ്മാന്റെ സാലറി, സെയിൽസ്മാന്റെ കമ്മീഷൻ, അല്ലെങ്കിൽ അയക്ക് കൊടുക്കുന്ന റെമ്യൂണറേഷൻ, സെയിൽസ്മാൻ കൊടുക്കുന്ന എന്തെങ്കിലും റെമ്യൂണറേഷൻ ഉണ്ടെങ്കിൽ അത്, അഡ്വർടൈസ്മെന്റ്, ഗോഡൌണിന്റെ റെന്റ്, ഗോഡൌണിന്റെ ഇൻഷുറൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഏതാണ്? റെക്കറിംഗ് എക്സ്പെൻസസ് ആണ്. ഓക്കെ, അപ്പൊ അത് എന്താണ്? ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ഇതുപോലെ തന്നെയാണ്. അടുത്ത ക്വസ്റ്റ്യനും റെക്കറിംഗ് എക്സ്പെൻസസ് ഓൺ കൺസൈൻമെന്റ് ഈസ് ഓൾസോ നോൺ ആസ്. റെക്കറിംഗ് എക്സ്പെൻസസ് ഓൺ കൺസൈൻമെന്റ് ഈസ് ഓൾസോ നോൺ ആസ്. ഒന്ന് ഡയറക്റ്റ്, രണ്ട് ഇൻഡയറക്റ്റ്, മൂന്ന് ഫിക്സഡ്, നാല് വേരിയബിൾ. അപ്പൊ ഇതിൽ ഏത് ആൻസർ? ഓപ്ഷൻ ബി. അപ്പൊ റെക്കറിംഗ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ഏത് നേച്ചറിലുള്ളതാണ്? ഇൻഡയറക്റ്റ് നേച്ചറിലുള്ളതാണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. When the consignee gets del creditor commission, then the consignee will bear option A all expenses, option B normal loss, option C abnormal loss, option D risk of bad debt. നേരത്തെ എന്താണ് ഡെൽ ക്രെഡിറ്റർ കമ്മീഷൻ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇതിന്റെ ആൻസർ പറഞ്ഞതാണ്. എന്താണ് ഡെൽ ക്രെഡിറ്റർ കമ്മീഷൻ? കൺസൈനിക്ക് കൊടുക്കുന്ന എക്സ്ട്രാ കമ്മീഷനാണ് ഡെൽ ക്രെഡിറ്റർ കമ്മീഷൻ. അങ്ങനെ ഡെൽ ക്രെഡിറ്റർ കമ്മീഷൻ കൺസൈനിക്ക് കൊടുത്താൽ, അല്ലെങ്കിൽ കൺസൈനിക്ക് ഡെൽ ക്രെഡിറ്റർ കമ്മീഷൻ കിട്ടിയാൽ, കൺസൈനി അവിടെ എന്ത് സഹിക്കണം? റിസ്ക് ഓഫ് ബാഡ് ഡെപ്റ്റ്. അപ്പൊ ബാഡ് ഡെപ്റ്റ് എന്ന് പറയുന്ന റിസ്ക് ആര് സഹിക്കണം?
കൺസൈനി സഹിക്കണം. അപ്പൊ അതിന് പകരമായിട്ട് കൺസൈനിക്ക് കൊടുക്കുന്ന കമ്മീഷനെയാണ് എന്ത് പറയുന്നത്, ഡെൽക്കഡർ കമ്മീഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ആൻസർ എന്താണ്, റിസ്ക് ഓഫ് ബാഡ് ഡെറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, കസ്റ്റംസ് ഡ്യൂട്ടി in connection with the consignment of goods is an example of. Customs duty in connection with the consignment of goods is an example of. Option A, fixed expenses. Option B, non-recurring expenses. Option C, recurring expenses. Option D, variable expenses. അപ്പോൾ കസ്റ്റംസ് ഡ്യൂട്ടി, കൺസൈൻമെന്റ് ഓഫ് ഗുഡ്സ്, അതുമായിട്ട് ബന്ധപ്പെട്ട കസ്റ്റംസ് ഡ്യൂട്ടി ഇതിൽ ഏത് എക്സ്പെൻസസ് ആണെന്ന്, ഏത് എക്സ്പെൻസ് ആണ്, നോൺ റെക്കറിംഗ് എക്സ്പെൻസസ് ആണ്. എന്താണ് നോൺ റെക്കറിംഗ് എക്സ്പെൻസ്? കൺസൈനിയുടെ ഗോഡൌണിൽ എത്തിച്ചേരുന്നത് വരെയുള്ള എക്സ്പെൻസ് ആണ് അല്ലെ. അപ്പൊ കസ്റ്റംസ് ഡ്യൂട്ടി എന്ന് പറയുന്നത് അതിന് മുമ്പുള്ളതല്ലേ. ഓക്കെ, അപ്പൊ ആ എക്സ്പെൻസ് ഏത് എക്സ്പെൻസ് ആണ്, ഒരു നോൺ റെക്കറിംഗ് എക്സ്പെൻസ് ആണ്. ഓക്കെ, ഇനി അടുത്തത്, സെല്ലിംഗ് എക്സ്പെൻസസ് ഇൻ കണക്ഷൻ വിത്ത് ദ കൺസൈൻമെന്റ് ഓഫ് ഗുഡ്സ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ്. Selling expenses in connection with consignment of goods is an example of. Option A, fixed expenses. Option B, non-recurring expenses. Option C, recurring expenses. Option D, variable expenses. ഏതാണ് സെല്ലിംഗ് എക്സ്പെൻസസ്? അത് ഏത് എക്സ്പെൻസാ? റെക്കറിംഗ് എക്സ്പെൻസസ് ആണ് അല്ലെ. റെക്കറിംഗ് എക്സ്പെൻസസ് ആൻസർ. എന്താ റെക്കറിംഗ് എക്സ്പെൻസസ്? കൺസൈനിയുടെ ഗോഡൌണിൽ എത്തിച്ചേർന്നതിന് ശേഷമുള്ള എക്സ്പെൻസസ് ആണ് എന്നു പറയുന്നത് റെക്കറിംഗ് എക്സ്പെൻസ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ കൺസൈനിയുടെ ഗോഡൌണിൽ എത്തിച്ചേർന്നതിന് ശേഷമുള്ള സെല്ലിംഗ് എക്സ്പെൻസ്, വിൽക്കാൻ വേണ്ടിയിട്ടുള്ള ചെലവെന്ന് പറയുന്നത് അല്ലെ. അപ്പൊ സെല്ലിംഗ് എക്സ്പെൻസ് ഏത് എക്സ്പെൻസ് ആണ്? റെക്കറിംഗ് എക്സ്പെൻസസ് ആണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, അഡ്വാൻസ് എമൗണ്ട് എഗനിസ്റ്റ് കൺസൈൻമെന്റ് ഈസ് ക്രെഡിറ്റഡ് എഗനിസ്റ്റ് ഡാഷ് ഓഫ് ദ കൺസൈനി. 2023 CSEB ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണിത്. അഡ്വാൻസ് എമൗണ്ട് എഗനിസ്റ്റ് കൺസൈൻമെന്റ് ഈസ് ക്രെഡിറ്റഡ് എഗനിസ്റ്റ് ഡാഷ് ഓഫ് ദ കൺസൈനി. ഓപ്ഷൻ എ, ഗുഡ്സ് അക്കൗണ്ട്. ഓപ്ഷൻ ബി, കൺസൈൻമെന്റ് ഇൻവേർഡ് അക്കൗണ്ട്. ഓപ്ഷൻ സി, കൺസൈൻമെന്റ് അക്കൗണ്ട്. ആൻഡ് ഓപ്ഷൻ ഡി, പേഴ്സണൽ അക്കൗണ്ട് ഓഫ് ദ കൺസൈനി. അപ്പൊ നോക്കി, അഡ്വാൻസ് എഗനിസ്റ്റ് ദ കൺസൈൻമെന്റ് അത് ഏത് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം എന്നാണ്. അത് ക്രെഡിറ്റ് ചെയ്യേണ്ടത് കൺസൈനിയുടെ ഏത് അക്കൗണ്ടിലാണ്? പേഴ്സണൽ അക്കൗണ്ടിലാണ്. ഓക്കെ, കൺസൈനിയുടെ പേഴ്സണൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിലാണ് അഡ്വാൻസ് എമൗണ്ട് എഴുതേണ്ടത്. ഓക്കെ, ദെൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് കമ്മീഷൻ ഈസ് an extra commission. Dash commission is an extra commission paid to the consignee as an incentive to sell the goods at highest possible price. Option A, normal commission. Option B, Delcadre commission. Option C, overriding commission. Option D, none of the above. അപ്പൊ നോക്കിയേ, കൺസൈനിക്ക് കൊടുക്കുന്ന ഒരു എക്സ്ട്രാ കമ്മീഷൻ എന്തിന്? ടു സെൽ ദ ഗുഡ്സ് അറ്റ് ദി ഹയസ്റ്റ് പോസിബിൾ പ്രൈസ്. ഗുഡ്സ് ഹയസ്റ്റ് പോസിബിൾ പ്രൈസിൽ വിൽക്കുമ്പോൾ കൊടുക്കുന്ന എക്സ്ട്രാ കമ്മീഷൻ എന്ന് പറയുന്നത്, ആ കമ്മീഷനെയാണ് എന്ത് പറയുന്നത്? ഓവർ റൈഡിങ് കമ്മീഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ആൻസർ എന്താണ്? ഓവർ റൈഡിങ് കമ്മീഷൻ ആണ്. അപ്പൊ എന്താണ് ഓവർ റൈഡിങ് കമ്മീഷൻ? കൺസൈനിക്ക് കൊടുക്കുന്ന ഒരു എക്സ്ട്രാ കമ്മീഷൻ ആണ്. എപ്പോ? ഗുഡ്സ് ഹയസ്റ്റ് പോസിബിൾ പ്രൈസിൽ വിൽക്കുമ്പോ. കൂടുതലും ഒരു പുതിയ പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴാണ് കൂടുതലും കൺസൈനിക്ക് ഏത് കമ്മീഷൻ കൊടുക്കുന്നത്? ഓവർ റൈഡിങ് കമ്മീഷൻ കൊടുക്കുന്നത്. ഓക്കെ, ഇനി ഡെൽക്കഡർ കമ്മീഷൻ എന്താണ്? ഇതുപോലെ കൺസൈനിക്ക് കൊടുക്കുന്ന ഒരു എക്സ്ട്രാ കമ്മീഷനാണ് അല്ലെ. അപ്പൊ അതെന്തിനാ കൊടുക്കുന്നത്? ബാഡ് ഡെറ്റ് എന്ന് പറയുന്ന റിസ്ക് ആര് ഏറ്റെടുക്കും? കൺസൈനി ഏറ്റെടുക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ട് കൺസൈനിക്ക് കൊടുക്കുന്ന ഒരു എക്സ്ട്രാ കമ്മീഷനാണ് ഡെൽക്കഡർ കമ്മീഷൻ. പക്ഷെ ഇതെന്തിനാ? ഓവർ റൈഡിങ് കമ്മീഷൻ എന്തിനാ? ടു സെൽ ദ ഗുഡ്സ് അറ്റ് ദി ഹയസ്റ്റ് പോസിബിൾ പ്രൈസ്. ഓക്കെ, അപ്പോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് കൺസൈൻമെന്റ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ കുറച്ച് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പൊ എല്ലാവരും കാര്യങ്ങൾ മനസ്സിലാക്കി പോയിന്റുകളെല്ലാം എഴുതി നല്ല രീതിയിൽ പഠിക്കുക. ഓക്കെ, താങ്ക് യു സോ മച്ച്.